നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. നമ്മുടെ മനോരമ ചാനലിലെ ഷാനി പ്രഭാകറിൻ്റെ ഒരു ദുഃഖം തീരുന്നില്ല. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. ആ തോൽവിയുടെ ദുഃഖം കോൺഗ്രസ്സുകാർ തന്നെ മറന്നു. പക്ഷെ ഷാനിയുടെ ദുഃഖം തീരുന്നില്ല. അവർ പിന്നെയും കോൺഗ്രസിനെ ചാട്ടവാറ് കൊണ്ട് അടിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് അവശ നിലയിലാണ്, അതവിടെ വിശ്രമിച്ചോട്ടെ എന്ന് വിചാരിച്ച പോരെ. പറ്റില്ല. കാരണം BJPയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ ഷാനി കണ്ടുപിടിച്ച ഏക പാർട്ടി കോൺഗ്രസ്സാണ്. ബാക്കിയൊന്നും ഗുണം പിടിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ കോൺഗ്രസ് നശിച്ചു പോയതിൽ ഷാനി വല്ലാതെ ദുഃഖിക്കുന്നു. ഷാനി അവരെ ആശ്വസിപ്പിക്കുന്നു. ഇത് ജനാധിപത്യമാണ്, ഒരു തവണ തോറ്റു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല, നമുക്കിനിയും ജയിക്കണമെന്ന് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണ്ടേ എന്നൊക്കെ ചോദിച്ച് ഉപദേശിക്കുന്നു. വാസ്തവത്തിൽ 2-3 വർഷം മുമ്പ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ BJP നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നശിച്ചു എന്ന് പ്രഖ്യാപിച്ച മഹതിയാണ് ഷാനി. ഇന്നിപ്പോൾ അവർക്ക് ആ വിശ്വാസം നശിച്ചിട്ടില്ല. എപ്പോഴാണത് പുനർജനിച്ചതെന്ന് മനസ്സിലാകുന്നുമില്ല. എന്തുമായിക്കോട്ടെ, ജനാധിപത്യത്തിലുള്ള വിശ്വാസം നല്ലൊരു കാര്യമാണ്. നമുക്ക് ഷാനിയുടെ ഉപദേശം ഒന്ന് കേൾക്കാം. കരുത്തുറ്റ ജനാധിപത്യം വേരോടിയ ഒരു രാജ്യത്ത് തൽക്കാല തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾ ചരിത്രത്തിന്റെ അന്ത്യമാകുന്നില്ല. ഇന്ത്യക്കാർ തന്നെ ഇന്ത്യയെ കൂടുതൽ നന്നായി മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പക്വത പ്രകടിപ്പിക്കേണ്ട നേരമാണ് ഇത്. ഏകാധിപത്യ സ്വഭാവമുള്ള വർഗീയ ധ്രുവീകരണ ശൈലിയുള്ള ഒരു സർക്കാർ വീണ്ടും അധികാരത്തിലേറുന്നതും ജനാധിപത്യ വിശ്വാസികളെ വല്ലാതെ ഭയപ്പെടുത്തേണ്ടതില്ല. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അതിജീവന ശേഷി ചരിത്രത്തിൽ വ്യക്തമാണ്. പക്ഷേ രാജ്യത്ത് പ്രതിപക്ഷമില്ലാതാകുന്നത് നിസ്സാര പ്രശ്നമല്ല. കോൺഗ്രസിന് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പോലും ബാധ്യതപ്പെട്ടവരെ കാണാനില്ല എന്നത് ഭയപ്പെടുത്തേണ്ടതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമുണ്ട്. ഏകാധിപത്യ സ്വഭാവമുള്ളവരും ധ്രുവീകരണ പ്രവണതയുള്ളവരും അവരാണ് ഇപ്പോൾ അധികാരത്തിൽ എന്ന് ഷാനി പറയുന്നു. വാസ്തവത്തിൽ എന്ത് ഏകാധിപത്യമാണ് കാണിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ പാർട്ടികളും ഭാരതത്തിൽ പ്രവർത്തിക്കുന്നില്ലേ? നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഷാനി ആഴ്ചതോറും ഈ പറയാതെ വയ്യ എന്ന പരിപാടി എന്ന് തുടങ്ങിയോ അന്നു മുതൽ നരേന്ദ്രമോദിയെ അപ്പൂപ്പനെ കൂട്ടി ചീത്ത പറയുന്നുണ്ട്. ഷാനിയെ ആരെങ്കിലും എന്തെങ്കിലും വിലക്കിയോ? എന്തെങ്കിലും ചെയ്തോ? ഏകാധിപത്യത്തിൽ നിന്ന് രാജ്യം അതിജീവനം നടത്തിയത് ഈ നരേന്ദ്രമോദിയെ പോലെയുള്ള ആൾക്കാരുടെ പ്രയത്നം കൊണ്ടായിരുന്നു എന്ന് ഷാനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ലല്ലോ. ആരായിരുന്നു അന്ന് ഏകാധിപതി? ഇന്ന് ഷാനിക്ക് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരായിരുന്നു. അതായിരുന്നു അടിയന്തരാവസ്ഥ. ഷാനിയുടെ പ്രായം എനിക്ക് അറിഞ്ഞുകൂടാ, അറിയേണ്ട കാര്യവുമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ഷാനി ജനിച്ചിരുന്നോ എന്ന് പോലും അറിയേണ്ട കാര്യമില്ല. പക്ഷേ അടിയന്തരാവസ്ഥ എന്ന 21 മാസത്തെ കരാള ഭരണത്തിൻ്റെ ചരിത്രം ഷാനി ഒന്ന് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അതിലൂടെ കടന്നുപോയ മനുഷ്യരിൽ ഒരാളാണ് ഞാൻ. അതിലൂടെ കടന്നുപോയില്ലെങ്കിൽ പോലും ആ ചരിത്രം വായിക്കുമ്പോൾ ഏകാധിപത്യത്തിൻ്റെ ചരിത്രം എന്താണ്, യഥാർത്ഥത്തിൽ അതിൻ്റെ നിറം എന്താണ്, ശക്തി എന്താണ് എന്ന് ഷാനിക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അതിനെതിരെ പോരാടിയ നരേന്ദ്രമോദി അടങ്ങുന്ന RSS, അന്നത്തെ ജനസംഘം, ഇവരെ ഒന്നും തള്ളിപ്പറയാൻ ഷാനിക്കാവുകയുമില്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ നരേന്ദ്രമോദിയോടും BJPയോടുമുള്ളൊരു വിരോധം, അത് വാസ്തവത്തിൽ ഹിന്ദുക്കളോടുള്ള ഒരു വിരോധമാണ്. ഹിന്ദുക്കളോടുള്ള വിരോധം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഒരു സാധാരണ ഹിന്ദുവിനെ കാണുമ്പോൾ ഷാനിക്ക് ദേഷ്യം വരും എന്നല്ല അതിനർത്ഥം. ഷാനിക്ക് അമ്പലങ്ങളോട് ദേഷ്യമാണ് എന്നും അല്ല അതിനർത്ഥം. ഹിന്ദു ഒരു സമാജം എന്നുള്ള നിലയ്ക്ക് ഒത്തൊരുമയോടെ നിൽക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിന് കാരണം അവരുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് ഹിന്ദു സമാജത്തിൻ്റെ സംഘടിതമായ രൂപം. ഇതെല്ലാം ആത്യന്തികമായി ചെന്നെത്തുന്നത് അർബൻ നക്സൽസ് എന്ന ഒരു വിഭാഗത്തിൻ്റെ ആശയത്തിലാണ്. അവരാത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ഭാരതം നിലനിൽക്കേണ്ടതല്ല, ഇത് കഷ്ണം കഷ്ണമായിട്ട് ചിതറിത്തെറിച്ച് പോകേണ്ടതാണ്. ഇത് ചിതറിത്തെറിക്കാതെ പോകാൻ പ്രധാന കാരണം ആസേതു ഹിമാചലം ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന, ജീവിക്കുന്ന ഹിന്ദു സമാജമാണ്.
അവരാണ് BJP ആണെങ്കിലും കോൺഗ്രസിനെ ആണെങ്കിലും ആരെയാണെങ്കിലും അധികാരത്തിൽ കൊണ്ടുവരുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതും അവരുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ സത്യം ഇവരെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നാണ് ഈ വികാരപ്രകടനം മുഴുവൻ. അതിനെ നശിപ്പിക്കാൻ കോൺഗ്രസിനാവും എന്നുള്ളത് ഒരു പ്രതീക്ഷയായിട്ട് ഷാനി നിലനിർത്തുന്നു. തെറ്റൊന്നുമില്ല. പഴയ കോൺഗ്രസ് അല്ല ഇപ്പോൾ. കോൺഗ്രസും ഹിന്ദു സമാജത്തിൻ്റെ സംഘടിത രൂപത്തെ ഭയക്കുന്നവരാണ്. അവരും രാജ്യത്തെ ഛിന്നഭിന്നമാക്കാൻ തയ്യാറെടുത്തവരാണ്. ഇന്ത്യൻ പീനൽ കോഡിലെ 124A എന്ന വകുപ്പ്, രാജ്യദ്രോഹത്തിനെതിരെയുള്ള വകുപ്പ്, അതെടുത്തു കളയുമെന്ന് പറഞ്ഞിട്ടാണ് ഇത്തവണ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഷാനിയെപ്പോലുള്ളവർക്ക് ഇതിൽ പരം സന്തോഷം നൽകുന്ന ഒരു കാര്യം വേറെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഉപദേശമെല്ലാം. ഷാനിയുടെ അടുത്ത ഡയലോഗ് നമുക്ക് കേൾക്കാം. കർണാടകയിലും ഗോവയിലും ഇനിയൊരു പക്ഷേ മധ്യപ്രദേശിലും അരങ്ങേറിയേക്കാവുന്ന രാഷ്ട്രീയ അട്ടിമറികൾ ഹീനമാണ്, അധാർമികമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. പണക്കൊഴുപ്പിന്റെയും അധികാരത്തിന്റെയും നിർലജ്ജമായ വിലപേശലാണ് ജനങ്ങൾക്ക് മുന്നിൽ നടക്കുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിയമങ്ങളില്ല, നിയതമായ ചട്ടങ്ങളില്ല. ഈ കാണുന്നതൊന്നും ഇതിനു മുൻപ് ഇന്ത്യ കാണാത്തതുമല്ല. മുൻപും അധികാരത്തിലെ കുതിരക്കച്ചവടങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വിശ്വാസ വോട്ടുകൾക്ക് കോടികൾ കിലുങ്ങുന്നത് BJP സർക്കാരിന് മുൻപും ഇന്ത്യ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിശ്വാസപ്രമേയത്തിന് വേണ്ടി കോടികൾ ഒഴുകുന്നത് നരേന്ദ്രമോദി സർക്കാരിന് മുമ്പും നാം കണ്ടിട്ടുണ്ട്. ഏത് സർക്കാരായിരുന്നു അത് പറയുന്നില്ല. അത് നരസിംഹറാവു കോൺഗ്രസ് സർക്കാരായിരുന്നു. അതുകൊണ്ടാണ് ഷാനിക്കത് പറയാൻ പ്രയാസം. ലോക്സഭയിൽ അന്ന് നോട്ടുകളൊക്കെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു, കൈക്കൂലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊക്കെ ഇരിക്കുമ്പോഴും കർണാടകത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഗോവയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നത്, ഇതിനെയെല്ലാം ഈ പണവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെയെല്ലാം പണം ഒഴുകി എന്നുള്ളൊരു സൂചന നൽകുന്നത് എങ്ങനെയാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താ? മുങ്ങുന്ന കപ്പലിൽ നിന്ന് എലികൾ ചാടുന്നത് പോലെ എന്നൊരു പ്രയോഗമുണ്ടല്ലോ. നമ്മളാരും കപ്പൽ മുങ്ങുമ്പോൾ എലി ചാടുന്നത് കണ്ടിട്ടില്ല. അതൊരു പ്രയോഗം മാത്രമാണ്. ചാടുമായിരിക്കും, ചാടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചാടുന്ന എലികളെപ്പോലെ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. ചിലർ BJPയിൽ പോകുന്നു, ചിലർ ആകാശത്ത് നിൽക്കുന്നു. ഇതാണ് സംഭവം. ഇതിലിപ്പോൾ BJPയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? കോൺഗ്രസ് ഒരു ഹോപ്പ്ലെസ് ഓർഗനൈസേഷനാണ് എന്ന് അവർക്ക് തന്നെ തോന്നി. കോൺഗ്രസ്സുകാർ പുറത്തു പോയി കഴിഞ്ഞാൽ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ഇത് പിന്നീട് ഷാനിക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു. കേൾക്കുക ഷാനിയുടെ അടുത്ത ഡയലോഗ്. ലേലത്തുക കണ്ട് മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ഒഴുകുന്നത് എന്ന് പറയാനാകുമോ? 45 ദിവസത്തിലേറെയായി അധ്യക്ഷനില്ലാത്ത ഒരു പാർട്ടിയിൽ നിന്ന്, നേതാവില്ലാത്ത ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് സ്വന്തം ഭാവി സുരക്ഷിതമാക്കാൻ ഇറങ്ങുന്നവരെ രാഹുൽ ഗാന്ധിക്ക് പോലും കുറ്റപ്പെടുത്താനാകുമോ? കോൺഗ്രസ് സ്വന്തം ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടാണെങ്കിലും പിന്നോട്ടാണെങ്കിലും ആ ചരിത്രത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രമാണ്. ഈ പറഞ്ഞതിനകത്ത് അർദ്ധസത്യമേ ഉള്ളൂ. ശരിയാണ്, നാഥനില്ലാത്ത അവസ്ഥയാണ് കോൺഗ്രസ്സിൽ. അതുകൊണ്ട് ഭരണകക്ഷിയിലിരിക്കുന്ന MLA നിരാശനായി രാജിവെച്ച് പോകേണ്ട കാര്യം എന്താ? കർണാടകയിൽ സംഭവിച്ചത് അതാണല്ലോ. കർണാടകയിൽ ഭരണമുണ്ട്. ഭരണകക്ഷി കോൺഗ്രസും JDSുമാണ്. ആ കോൺഗ്രസ്സിലെ MLAമാർ രാജിവെക്കുന്നു. ഇപ്പോൾ തലപ്പത്ത് രാഹുൽ ഗാന്ധിയുണ്ടോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുണ്ടോ എന്ന് കർണാടകത്തിലെ ഒരു MLA ഇപ്പോൾ അത്യാവശ്യമായിട്ട് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഭരണം കയ്യിലുണ്ടല്ലോ, സന്തോഷമായിട്ട് ജീവിച്ചാൽ പോരെ. എന്നിട്ടും എന്തുകൊണ്ട് അവർ രാജിവെക്കുന്നു? ഈ ചോദ്യത്തിന് ഷാനി ഉത്തരം പറയുന്നില്ല. ഷാനി പറയുന്നത് AICCക്ക് തലവനില്ല, അതിൽ നിരാശപ്പെട്ട് ഇവർ രാജിവെക്കുന്നു എന്നാണ്. അത് ഒരു സത്യസന്ധമായ വിശകലനമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇവരുടെ രാജിക്ക് പിന്നിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. ഒരുപക്ഷെ അവർ ചോദിച്ച സ്ഥാനമാനങ്ങൾ കിട്ടാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവർ അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നിയിട്ടായിരിക്കാം. എന്തുമായിക്കോട്ടെ, AICCക്ക് പ്രസിഡന്റില്ല, അതുകൊണ്ട് ഞാൻ നിരാശനാണ്, ഞാൻ പോയേക്കാം, ആത്മഹത്യ ചെയ്തേക്കാം എന്നൊക്കെ ഒരു MLA വിചാരിക്കുമോ? അതും ഭരണകക്ഷിയിലെ MLA. അതുകൊണ്ട് എന്തോ എവിടെയോ കോൺഗ്രസ്സിൽ നമുക്കാർക്കും അറിഞ്ഞുകൂടാത്ത എന്തോ പെശക് നടക്കുന്നുണ്ട്. അത് ഷാനിക്കും അറിഞ്ഞുകൂടാ, നമുക്കും അറിഞ്ഞുകൂടാ. ഷാനി എത്തിച്ചേർന്ന നിഗമനം അപൂർണമാണ് താൻ. കോൺഗ്രസ് തകരുന്നതിൽ ഏറ്റവും വിഷമം നമ്മളൊക്കെ വിചാരിക്കും കോൺഗ്രസ്സുകാർക്കാണ്. അങ്ങനെയല്ല.
അത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. കോൺഗ്രസ് തകരുന്നതിൽ എക്കാലത്തും വിഷമം കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. നിങ്ങൾ ചരിത്രം നോക്കിക്കോ. 67-ൽ ഇന്ദിരാഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അവരെ പിന്തുണച്ചത് CPM ആണ്. നരസിംഹറാവുവിനെ അവിശ്വാസ പ്രമേയ കാലത്ത് ആവശ്യമില്ലാഞ്ഞിട്ട് പോലും പിന്തുണച്ചത് CPM ആണ്. UPA സർക്കാർ 2 ടേം 2004 മുതൽ 9 വരെ 9 മുതൽ 14 വരെ 2 ടേമിലും താങ്ങി നിർത്തിയത് CPM ആണ്. അപ്പോൾ കോൺഗ്രസ് എപ്പോഴൊക്കെ ദുർബലമാകുന്നുണ്ടോ അപ്പോഴെല്ലാം അവരെ താങ്ങാൻ CPM ഉണ്ട്. കോൺഗ്രസ് തകരുക എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഹൃദയം തകരുക എന്നുള്ളതാണ് അർത്ഥം. ആ ഹൃദയം തകർന്നുള്ള ദേഷ്യം കൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുന്നത് നമുക്കൊന്ന് കാണാം. എത്ര അപഹാസ്യമായ നിലയിലാണ് കോൺഗ്രസ് എന്ന് ആലോചിക്കണം. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പാർട്ടി എന്ന നിലക്ക് ഫലപ്രദമായി പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ട സ്ഥാനത്താര് ആരോ ആവട്ടെ, അതൊക്കെ അവരുടെ കാര്യമാണ്. അതൊന്നും നമ്മളാരും ചിന്തിക്കേണ്ട കാര്യമല്ല, മറ്റു പാർട്ടിക്കാർ ചിന്തിക്കേണ്ട കാര്യമല്ല. കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഇതുപോലൊരു അനാഥാവസ്ഥയിലെത്താൻ പാടുണ്ടോ? ഇപ്പോൾ BJPക്ക് ആളെ കൂട്ടിക്കൊടുക്കുകയാണെന്ന് പണ്ടേ ഞങ്ങൾ പറഞ്ഞിരുന്നു. നോക്കി പിണറായി വിജയൻ്റെ ആ കോൺഗ്രസ് സ്നേഹം കണ്ടോ? പിണറായി വിജയൻ ദേഷ്യപ്പെടുക ചെയ്യുന്നത്. പക്ഷേ ഒരച്ഛൻ മകനോട് ദേഷ്യപ്പെടുന്ന പോലെയാണ്. എടാ പോയൊന്ന് കുളിക്കടാ, എങ്ങനെ ഉണ്ടടാ നിൻ്റെ കോലം, മാനക്കേട്, ഇറങ്ങടാ പുറത്ത്, ഇങ്ങനെയൊക്കെ അച്ഛൻ മകനെ വഴക്ക് പറയും. ഇതുപോലെ പിണറായി ശാസിക്കുകയാണ് കോൺഗ്രസ്സിന്. നിങ്ങളാണ് നേതൃസ്ഥാനത്തേക്ക് വരേണ്ടത്. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ പ്രസിഡന്റ് ആരുമായിക്കോട്ടെ, എനിക്കത് നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പോകുന്നു പിണറായി വിജയൻ്റെ ശകാരം. ഇത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ശകാരമാണ്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ യോഗം കൂടുമ്പോൾ അതിന് കോൺഗ്രസ് എന്നാണ് പേര്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 14-ാം പാർട്ടി കോൺഗ്രസ്, 12-ാം പാർട്ടി കോൺഗ്രസ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം, വലിയൊരു സമ്മേളനം വിളിച്ചാൽ അതിന് കോൺഗ്രസ് എന്ന് അവർ തന്നെ പേരിടുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്കാണ് അവരുടെ കോൺഗ്രസ് സ്നേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരല്പം വലുതായി കഴിഞ്ഞാൽ കോൺഗ്രസ് ആകും എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ അവർക്ക് വലിയ ക്ഷീണം പറ്റിയെന്ന്. പറ്റിക്കാണും. പക്ഷേ ഡൽഹിയിൽ വല്ല ക്ഷീണം പറ്റിയോ? കേരളത്തിൽ 19 UDF MLA-മാരും ജയിച്ചു പോയി. ഇനി 19 LDF ആണ് ജയിച്ചതെങ്കിലോ ഡൽഹിയിൽ വല്ല വ്യത്യാസം ഉണ്ടാകുമോ? ഇവിടുന്ന് പോകുന്ന CPM-കാരൻ അവിടെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് കൈപ്പൊക്കാനല്ലേ പോകുന്നത്, അല്ലാതെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാനൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമാണ്. LDF-ഉം UDF-ഉം ചേർന്ന് 10 സീറ്റ് വെച്ച് പങ്കുവെച്ച് മത്സരിച്ചിരുന്നെങ്കിൽ 20 സീറ്റും കയ്യിലിരുന്നതിന് CPM-ന് ഈ നാണക്കേട് ഉണ്ടാവില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പാകുമ്പോൾ കോൺഗ്രസ് അത് സമ്മതിക്കുകയും ചെയ്യുന്നത് 10 മതിയപ്പ, റിസ്ക് ഇല്ലല്ലോ. ഈ മാത്രമല്ല BJP-യെ നിങ്ങൾക്ക് ഈ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാക്കുകയും ചെയ്യാം. കഴിഞ്ഞു BJP-യുടെ കഥ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ താമസിയാതെ ആ അവസ്ഥയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ വരും എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ LDF-ൻ്റെയും UDF-ൻ്റെയും കെട്ടുറപ്പ് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കഴിഞ്ഞ ദിവസം TV-യിൽ പറഞ്ഞിരുന്നു, ഒരു 10 MLA-മാരെ BJP-ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡാം പൊട്ടുന്ന പോലെ LDF-ഉം UDF-ഉം പൊട്ടുമെന്നും എല്ലാവരും കൂടെ ഓടി BJP-യിൽ കയറുമെന്നും ഒരാൾ പ്രവചിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നാക്ക് പൊന്നായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ടല്ലോ, ഈ ഡീക്കൊക്കെ അടിക്കുന്ന പിണറായി വിജയൻ്റെ പാർട്ടിയുടെ സ്ഥിതി എന്താ? അവിടെ നിന്ന് ആരും പോകുന്നില്ലേ? അതുമൊന്നും നോക്കണമല്ലോ. നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് പൊങ്ങി വരുന്ന ഈ ചോദ്യം ചോദിക്കുന്നത് പിണറായിയോട് VD സതീശനാണ്. കോൺഗ്രസ് നേതാവ് VD സതീശൻ ചോദിക്കുന്നു. സതീശൻ്റെ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽ ആരുണ്ട് അവിടെ ബാക്കി? മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽ ബംഗാളിൽ ആരുണ്ട്? ത്രിപുരയിൽ ആരുണ്ട് ബാക്കി? ഓഫീസടക്കം കൊടുത്തിരിക്കുകയല്ലേ BJP-ക്ക്? ഓഫീസടക്കം കൊടുത്തു BJP-ക്ക്. സ്വന്തം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസും ഏരിയ കമ്മിറ്റി ഓഫീസും കൂടി BJP കൊണ്ടുപോയി BJP-ക്ക് എഴുതി കൊടുത്ത് എല്ലാ സ്ഥലത്തും. ആ പാർട്ടിയുടെ നേതാവ് ഞങ്ങളെ വിമർശിക്കാൻ പറയണ്ട. ജില്ലാ കമ്മിറ്റി ഓഫീസ്, ഏരിയ കമ്മിറ്റി ഓഫീസൊക്കെ BJP-ക്ക് കൊടുത്തു. ആളും പോയി, ആഫീസും പോയി. വ്യാപകമായിട്ട് പ്രചരിക്കുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. CPM-ൻ്റെ ആഫീസിൽ നെല്ല് കൊയ്ത് അട്ടിയിട്ട് വെച്ചിരിക്കുന്നു. കർഷകർക്കൊരു പ്രയോജനമായല്ലോ, മഴ നനയാതെ
നെല്ല് സൂക്ഷിക്കാനായിട്ടൊരു സ്ഥലമായിട്ട് എടുത്തിരിക്കുന്നു ബംഗാളിൽ. ത്രിപുരയുടെ കാര്യം പറയുകയും വേണ്ട. CPM ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിലിട്ടടിക്കും. ഇപ്പോൾ കേരളത്തിൽ താമസിയാതെ ആ സ്ഥിതി വരാൻ പോവുകയാണ്. ഇപ്പോൾ SFIക്കാർ തന്നെ SFIക്കാർക്കെതിരെ കലാപം നടത്തുക, ഇതുപോലത്തെ കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ CPM CPI കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ റോഡിലിട്ട് കവളം മടൽ കൊണ്ടും കടലാമണക്കമ്പത്തൽ കൊണ്ടും തല്ലുന്ന സ്ഥിതി കേരളത്തിലും താമസിയാതെ വരും. അതുകൊണ്ട് പിണറായി വിജയൻ വലിയ പൊങ്ങച്ചൊന്നും അടിക്കേണ്ട. ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന കുറച്ച് കാലം കൂടെ ഉണ്ടാവും. ഇത് കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താണ് എന്ന് കണ്ടു തന്നെ അറിയണം. നിങ്ങളുടെ ആഫീസുകളും വിൽക്കാൻ വയ്ക്കുമോ, BJP അത് മേടിക്കുമോ, ഇതെല്ലാം കാണാനായിട്ട് കേരളം കാത്തിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതുപോലെ ചെതറിത്തെറിച്ച് ഛിന്ന ഭിന്നമായിട്ട് പോകുന്നവർ സ്വാഭാവികമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്നവർക്കൊരു പ്ലാറ്റ്ഫോം വേണ്ടേ? ഉള്ളതിൽ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്നുള്ള മട്ടിൽ അവർ BJPയിൽ കയറുന്നു. BJP വർഗീയ പാർട്ടിയാണ് എന്നൊക്കെ ഇവർ തന്നെ പറഞ്ഞുണ്ടാക്കിയ നുണയാണല്ലോ. ഇവർക്കറിയാലോ അത് നുണയാണെന്ന്. നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെങ്കിലും പറയുന്നവനറിയാം ഇത് പച്ചക്കള്ളമാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്നോ കമ്മ്യൂണിസ്റ്റിൽ നിന്നോ BJPയിലേക്ക് ചേരാൻ അവർക്കൊരു മടിയുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് നുണയായിരുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഇത് വിശ്വസിച്ച് പെരുവഴിയിലായത് ജനങ്ങളാണ്. BJP എന്തോ തിന്നുകളയും കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ പറഞ്ഞത് കേട്ട് പ്രസംഗിച്ച് ഫലിപ്പിച്ച് വോട്ട് വാങ്ങി ജയിച്ചു പോയവൻ നാളെ BJPയിലേക്ക് പോകുന്ന കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും ഇയാൾ കള്ളമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യത്തിൽ ഭേദപ്പെട്ട പാർട്ടി BJP ആണ് എന്ന് മനസ്സിലാവും. അതാണ് ത്രിപുരയിലെയും ബംഗാളിലെയും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. കർണാടകത്തിലെ MLAക്ക് മനസ്സിലാവുന്നു, ഗോവയിലെ MLAക്ക് മനസ്സിലാവുന്നു. താമസിയാതെ കേരളത്തിലെ MLAമാർക്കും MP മാർക്കും അത് മനസ്സിലാവും. നമുക്കത് കാത്തിരുന്ന് കാണാം. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ തകർച്ച എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. വല്ലാത്ത കഷ്ടമാണ് കോൺഗ്രസിൻ്റെ തകർച്ച. ഷാനിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. ഈ ഗാന്ധാരി വിലാപം പോലെ ഉണ്ണി മകനെ ദുര്യോധനാഥവ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഉമ്പർകോനത്തൊരു വമ്പും പ്രതാപവും എന്നൊക്കെ പറഞ്ഞ് ഗാന്ധാരി കരയുന്നില്ലേ ദുര്യോധനൻ വീണ് കഴിഞ്ഞപ്പോൾ? അതുപോലെ കരയുകയാണ് ഷാനി. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി വീണ് കിടക്കുന്നു. അവരെത്ര കഷ്ടപ്പെട്ടതാണ് രാഹുൽ ഗാന്ധിയെ പൊക്കിക്കൊണ്ട് നടക്കാൻ. രാഹുൽ ഗാന്ധിയുടെ ഒരു ചിരി കണ്ടാൽ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ഷാനിയാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. മനസ്സിലായോ? എന്നിട്ട് ആ മനുഷ്യനെ എണീക്കാൻ വയ്യാതെ ഈ പടയിൽ തോറ്റ് കിടക്കുന്നത് കാണുമ്പോൾ അവരുടെ ചങ്ക് പൊട്ടിപ്പോകും. എന്നാലും കോൺഗ്രസ്സിൽ ചില നിഷ്കളങ്കന്മാരുണ്ട് കേട്ടോ, സാധുക്കളാ, പാവങ്ങളാ. ആ കൂട്ടത്തിൽ ഒരാളാണ് TN പ്രതാപൻ. ഈ TN പ്രതാപൻ ഈ കോൺഗ്രസിൻ്റെ തകർച്ചയെപ്പറ്റി സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇതെല്ലാം 100% നേരത്തെ ശ്രീ NK പ്രേമചന്ദ്രൻ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ രാഹുൽ ഗാന്ധിയെ പോലെ കാണാൻ ആർക്കും കഴിയത്തില്ല. ആളെ എന്താ പറയുക, ഭയാനകമായ സത്യസന്ധതയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നേതാവ് മാത്രമല്ല, രാഷ്ട്രീയ സമീപനവും മാറണം. BJPയുടെ ഹിന്ദുത്വ ദേശീയതയെ പ്രതിരോധിക്കാൻ മൃദു ഹിന്ദുത്വ വേഷപ്പകർച്ചകൾ കോൺഗ്രസിന് ചേരില്ലെന്ന് പ്രവർത്തകർ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കണം. ഇതിൽ ഞാൻ ചിരിക്കാൻ കാരണമേ, രാഹുൽ ഗാന്ധിയുടെ ഭയാനകമായ സത്യസന്ധത എന്നൊരു പ്രയോഗം TN പ്രതാപൻ നടത്തുന്നു. അതിനു മുമ്പ് NK പ്രേമചന്ദ്രൻ പറഞ്ഞതാണ് പോലും. ഭയാനകമായ സത്യസന്ധത സത്യമാണ് കേട്ടോ. പേടിപ്പിക്കുന്ന സത്യസന്ധതയാണ് ഈ മനുഷ്യൻ. ഈ സത്യസന്ധതയും കൊണ്ട് അവസാനം സുപ്രീം കോടതി വരെ പെടലിക്ക് പിടിച്ചു. നുണ പറഞ്ഞതിന് മാപ്പ് പറയിച്ചു സുപ്രീം കോടതി. ഒന്നല്ല 3 തവണ മാപ്പ് എഴുതി കൊടുക്കേണ്ടി വന്നു. ഈ നുണ പറച്ചിൽ വീരനെയാണ് ഇവർ പറയുന്നത് ഭയാനകമായ സത്യസന്ധത എന്ന്. ആ പ്രയോഗം കലക്കി, വളരെ ജോറായി. ഇങ്ങനെ നുണ പറയുന്നതിനെ ഭയാനകമായ പേടിപ്പെടുത്തുന്ന സത്യസന്ധത എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്കാർക്കും ഇങ്ങനത്തെ ഒരു സത്യം പറയാൻ നമുക്ക് ധൈര്യം വരില്ല. കാരണം പച്ചക്കള്ളമല്ലേ. അതല്ലേ സുപ്രീം കോടതി പിടിച്ചത്. സുപ്രീം കോടതിയിൽ ആദ്യം മാപ്പെഴുതി കൊടുക്കാൻ പറഞ്ഞ് 22 പേജ് ഉപന്യാസം എഴുതി കൊടുത്തു. സുപ്രീം കോടതി പറഞ്ഞു എടുത്തുകൊണ്ട് പോടോ, ഇത് മാപ്പെഴുതുക എന്ന് പറഞ്ഞാൽ 22 പേജ് ഉപന്യാസം എഴുതുന്നു, എടുത്തുകൊണ്ട് പോകും, മര്യാദയ്ക്ക് മാപ്പെഴുതി കൊണ്ടുപോവാ. പിന്നെയും അതിനകത്തൊരു കൃത്രിമം കാണിച്ചു. ഖേദമൊന്നും പറ്റില്ല, മാപ്പെഴുതി കൊണ്ടുപോവാ. മാപ്പിന് മാപ്പ് തന്നെ വേണം. ഖേദം എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. മര്യാദയ്ക്ക് മാപ്പെഴുതി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിത് അംഗീകരിക്കണോ വേണ്ടേ എന്ന് ആലോചിക്കുക. ആ കേസ് ഇപ്പോഴും പെൻഡിങ് ആണ് കേട്ടോ. എപ്പോൾ തലയിൽ വരുമെന്ന് നോക്കിയാൽ മതി.
ഈ മനുഷ്യനെയാണ് ഭയാനകമായ സത്യസന്ധതയുള്ളവൻ എന്ന് TN പ്രതാപൻ വിശേഷിപ്പിക്കുന്നതും ഷാനി പൊക്കിക്കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൂടാതെ ഷാനി പറയുന്നു BJPയുടെ ഹിന്ദുത്വത്തെ തടയാൻ മൃദു ഹിന്ദുത്വം പോരാ എന്ന് രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനിത് ഇതിനു മുമ്പ് പലതവണ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. മൃദു ഹിന്ദുത്വത്തിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി പാടിയ കക്ഷിയായിരുന്നു ഷാനി പ്രഭാകർ. ഷാനിക്ക് ഓർമ്മയില്ലേ? ഞാൻ വീണ്ടും വീണ്ടും ആ ക്ലിപ്പ് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മോദിയുടെ ഓരോ ആയുധവും ബൂമറാങ് പോലെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് പൂണൂലിട്ട രാഹുൽ ഗാന്ധിയെ, അമ്പലത്തിന് മുമ്പിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വിഷ്വൽസ് കാണിച്ച് അന്ന് പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഷാനി. ഇപ്പോൾ ഷാനി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ബാക്കി കോൺഗ്രസ്സുകാരെ ഉപദേശിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും പറ കേട്ടോ, ഇങ്ങനെ ഈ അമ്പലം കയറി ഇറങ്ങിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, ആ നമ്പറൊന്നും നടക്കില്ല എന്നൊന്ന് ഉപദേശിക്കണം എന്ന് പറയുന്നു. എന്തൊരു കഷ്ടമാണ്, എന്തൊരു നാണക്കേടാണ്. കോൺഗ്രസിനെ ജയിപ്പിക്കാനായിട്ട് മലയാള മനോരമയ്ക്കോ ഷാനിക്കോ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊരു കോൺഗ്രസ് ചാനലാണ് എന്ന് പ്രഖ്യാപിക്കുക. എന്നിട്ട് കോൺഗ്രസിൻ്റെ കൊടിയുമൊക്കെ പിടിച്ചിട്ട് വേണമെങ്കിൽ ഒരു വെള്ള തൊപ്പിയൊക്കെ വെച്ചിട്ട് ഷാനി പ്രസംഗിച്ചോ, നേരം വെളുക്കെ വൈകുന്നേരം വരെ പ്രസംഗിച്ചോ, എന്താ തെറ്റ്? പാർട്ടിക്ക് പാർട്ടി ചാനലാകാമല്ലോ. CPMൻ്റെ ചാനലുണ്ട്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിണറായി വിജയൻ്റെ ഗുണഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കും. അത് കേൾക്കാൻ അവരുടെ അണികളുമുണ്ട്. ആ അണികൾ രോമാഞ്ചം കൊണ്ട് എടുത്തു ചാടും, വല്ലവനെയും കുത്തും, അവൻ്റെ തൊഴി മേടിക്കും, പോലീസ് പിടിക്കും, ഇല്ലാത്ത കച്ചറ മുഴുവൻ ഉണ്ടാക്കും. ഇതുപോലെ ഒരു കോൺഗ്രസ് ചാനലായിട്ട് മനോരമയ്ക്കും വാഴാവുന്നതേ ഉള്ളൂ. ഈ പ്രച്ഛന്ന വേഷം അവസാനിപ്പിക്കുക, ഇവിടെയെങ്കിലും സത്യസന്ധത കാണിക്കുക. ഞങ്ങൾക്ക് BJP അധികാരത്തിൽ വന്നത് ഒട്ടും ഇഷ്ടമായില്ല, അതുകൊണ്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് ഞങ്ങൾ അഹോരാത്രം പണിയെടുക്കുകയാണ് എന്ന് തുറന്ന് പറയുക. അത് പറയാനുള്ള ആർജവം ഷാനി പ്രഭാകറും അവരെ നിയന്ത്രിക്കുന്നത് ആരൊക്കെയാണോ, ജോണി ലൂക്കോസോ ആരാണോ എനിക്കറിയാൻ മേല, അവരൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഈ കപടനാടകം അവസാനിപ്പിച്ച് ധൈര്യമായിട്ട് കോൺഗ്രസ് ചാനലായിട്ട് പ്രവർത്തിക്കുക. തെറ്റെന്താണെന്നേ അതിൽ? നിങ്ങൾക്ക് വല്ലതും നഷ്ടപ്പെടാനുണ്ടോ? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി കുറേ കൂടെ ലെജിറ്റിമേറ്റായിട്ട് ചെയ്യുക. ഇതാണ് ഞാൻ പറയുന്നത്. പ്രച്ഛന്ന വേഷം അവസാനിപ്പിക്കുക, നിങ്ങളുടെ സ്വന്തം വേഷത്തിൽ രംഗത്ത് വരിക. കോൺഗ്രസ്സിന് വേണ്ടി നിങ്ങൾ ജോലി ചെയ്തോളൂ, അഹോരാത്രം ജോലി ചെയ്തോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് ഭാവിച്ചുകൊണ്ട് ചെയ്യരുത്. അതുകൊണ്ട് ധൈര്യമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുത്തോളൂ, നല്ലതേ വരുള്ളൂ. എല്ലാ ആശംസകളും. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.